നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഓരോ ദിവസവും ദൈവം നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ എത്ര അത്ഭുതമെന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയും. പല ജീവിതങ്ങൾക്കും കണ്ണുനീരിൻ്റെ നനവുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കേണ്ടി വന്ന നിരാശരായവർ, കഷ്ടകാലത്ത് കരുതുമെന്നും സ്നേഹിക്കുമെന്നും കരുതിയവർ കണ്ടും കാണാതെയും പോയപ്പോൾ തേങ്ങിപ്പോയ നിമിഷങ്ങളൊക്കെ ഓരോ ജീവിതത്തിലും ഉണ്ടാകും. വീണുപോകാതെ താങ്ങി നടത്തിയ ദൈവകൃപ എത്ര വലുതെന്നോർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവകൃപയുടെ മഹത്വം മനസ്സിലാക്കിയ ദൈവഭക്തനായ മാർക്കസ് മോറി വെൽസി, അല്ലെങ്കിൽ MM വെൽസ് എന്നറിയപ്പെടുന്ന ദൈവദാസനാണ് ആത്മാവാം വഴികാട്ടി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. തൻ്റെ ഹൃദയത്തിൽ രൂപം കൊണ്ട ഈ ഗാനം നൂറ്റാണ്ടുകളായി അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു. 1815 1895 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ചെറുപ്രായത്തിൽ ന്യൂയോർക്കിലെ ബഫല്ലോ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ദൈവവേദലായിട്ട് തീർന്നു. ഒരു കൃഷിക്കാരനായും കൃഷിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തും ജീവിതം നയിച്ചു. 1858 ഒക്ടോബർ മാസം ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ കൃഷിസ്ഥലത്തെ വിശ്രമിക്കുമ്പോൾ ഓരോ ദിവസവും ഈ ലോകമാവുന്ന വനത്തിൽ കൂടെ വഴി നടത്തിക്കൊണ്ടുപോകുന്ന ദൈവകൃപയെ നന്ദിയോടെ ഓർത്തു. ഹൃദയത്തിൽ പിറന്നു വീണ ചിന്തകൾ അക്ഷരങ്ങളായി. അടുത്ത ദിവസം ഞായറാഴ്ചയാണ് ഈ ഗാനം പൂർത്തീകരിച്ചത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കാറ്റ് ആഞ്ഞടിക്കുകയും മഴമേഘം കനത്ത് ഇരുളി ആവരിക്കുകയും ചെയ്ത അന്തരീക്ഷത്തിൽ വീട്ടിലെത്തുവോളം സുരക്ഷിതമായി കരുതുന്ന ദൈവസ്നേഹത്തെ ഓർത്ത് കണ്ണുകൾ നിറഞ്ഞു. ഈ ഗാനം എഴുതി പൂർത്തിയാക്കി ട്യൂൺ ചെയ്തു. 1858 ആണ് ഈ ഗാനം എഴുതിയത്. ന്യൂയോർക്ക് മ്യൂസിക് പയനിയർ ടീം ഡയറക്ടർ പ്രൊഫസർ ഐസക് ബൂഡ്ബറിക്ക് ഈ ഗാനം അയച്ചു കൊടുത്തു. പ്രശസ്തമായ ഈ ഗാനം അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. നൂറ്റാണ്ടുകളായി പ്രഭവമാകാതെ ഈ ഗാനം എന്നും ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. കഷ്ടകാലത്ത് കൂടെയിരിക്കുന്ന നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഉള്ളം തകർന്ന നേരത്ത് എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ ക്രൂശിലെ സ്നേഹം നമുക്ക് എന്തൊരു ആശ്വാസമാണ് നൽകുന്നത്. നാറ്റം വെച്ച് 4 നാൾ ആയാലും നമ്മുടെ അടുക്കലെത്തി കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അരുമനാഥൻ്റെ സാന്നിധ്യം എത്ര ആശ്വാസകരമാണ്. നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാകാം, കരുതുന്നവരാകാം. ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഏറെ വേദന ഉളവാക്കുന്നതാണ്. നിരാശയിൽ ആണ്ടുപോയ പ്രശസ്തരായ വ്യക്തികളടക്കം ഒരു നിമിഷത്തെ ദുർബല ചിന്തയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. അനേകർ നനയാത്ത നേരത്ത് കാലയവനേക്കുള്ളിൽ മറയുന്നു. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ജീവിത പങ്കാളികൾ വിട്ടുപിരിഞ്ഞവർ, രോഗം പിടിപെട്ട് ഹോസ്പിറ്റലും ഭവനങ്ങളുമായി മനം തകർന്ന് കഴിയുന്ന അനേകായിരങ്ങൾ. എഴുതിയാൽ തീരാതവണ്ണം അധികമാണ് ഈ സങ്കടക്കടൽ. യുദ്ധത്തിൻ്റെ ഭീകരതകൾ, ഭീകരവാദം തുടങ്ങിയ സംഭവങ്ങളിൽ ഈ ലോകം കലങ്ങിമറിയുമ്പോൾ നമുക്ക് ആശ്രയമായിരിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടാം. ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവകൃപയെ നന്ദിയോടെ ഓർക്കാം. കുറെ കൂടെ ദൈവത്തെ സ്നേഹിക്കാം. മനുഷ്യൻ തോറ്റുപോയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. ഒരു ദൈവത്തിന് ഏത് കഷ്ടയുടെ നടുവിലും തളർന്നു പോകാതെ വഴി നടത്തുവാൻ നമ്മുടെ ദൈവം കൂടെയുണ്ട്. ഈ ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മുടെ മരുഭൂമിയാത്ര തുടരാം. അവിടുന്ന് നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അനേകർക്ക് ആശ്വാസമായി തീർന്ന ഈ ഗാനം നമ്മെയും ആശ്വാസതീരത്ത് എത്തിക്കുമാറാകട്ടെ.